എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള വളരെ സ്വീറ്റ് സോഫ്റ്റ് സ്പോഞ്ചി ഒരു കേക്ക് ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒറ്റ മണിക്കൂർ കൊണ്ട് ഇത് ഉണ്ടാക്കൽ കഴിയും. ഉണ്ടാക്കി നമുക്ക് തിന്നാം. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെക്കാം. കണ്ടില്ലേ, ചീനച്ചട്ടിയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, മണലിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടാകട്ടെ, ഒരു 10 മിനിറ്റ് നല്ലോണം തിളച്ചോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതാ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലിപ്പം കാര്യമായിട്ട് ഞാൻ എടുത്തത് ഒരു അരക്കപ്പ് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത്, പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് എല്ലാം റൂം ടെമ്പറേച്ചറുള്ള സാധനങ്ങളെ എടുക്കാവൂ കേട്ടോ. പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് തൈര്, പിന്നെ ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡറാണേ. ബേക്കിംഗ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മൈദ, ഒരു കപ്പ് മൈദ. ബേക്കിംഗ് സോഡ വേണ്ട കേട്ടോ. പിന്നെ മുട്ടയും വാനില എസൻസും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം ബട്ടർ ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിന്ന് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വിസ്ക് വെച്ചിട്ട് കലക്കിയാലോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാലും മതി കേട്ടോ. നല്ല പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ടെടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തോ, ഇല്ലെങ്കിൽ പാറിപ്പോവും. അതുകൊണ്ടാണ് കുറേശ്ശെ ഇട്ട്. കണ്ടോ, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ടയും ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചിട്ടെടുക്കാം. മുട്ടയും ചേർത്ത് നല്ലോണം അടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കണം കേട്ടോ എല്ലാം. കണ്ടോ, ഇനി തൈരും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം, 1 ടീസ്പൂൺ. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് മൈദയും പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുലുക്കി അരിച്ചിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പം പിന്നെ സ്പൂണ് വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുത്താൽ അതങ്ങ് പോകും. ഒറ്റ പ്രാവശ്യം അരിച്ചാൽ മതി, കൂടുതൽ സമയം അരിക്കണമെന്നൊന്നുമില്ല. 3 പ്രാവശ്യമൊന്നും ഇല്ല കേട്ടോ. എല്ലാം അഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതൊന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മിക്സി ജാറിലിട്ടാൽ ഒറ്റ അടിക്ക് നിങ്ങൾക്ക് മിക്സി ജാറിൽ നിന്ന് തന്നെ ഇതെല്ലാം അടിച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് വേണമെങ്കിൽ ഇനിയൊരു പ്രാവശ്യം ഞാൻ അങ്ങനെയും ചെയ്യാം. കണ്ടില്ലേ, എല്ലാം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം എല്ലാം കറക്റ്റായേ. ഇനി ഇതിനൊരു കേക്ക് ടിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഒരു മുറിഞ്ഞ് വീഴുന്ന പരുവത്തിലായിരിക്കണേ മാവ് ഉണ്ടായിരിക്കേണ്ട. അധികം വെള്ളം പോലെ ആവാൻ പാടില്ല. കണ്ടോ, നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്യണം. ആസ് യൂഷ്വൽ എപ്പോൾ നമ്മൾ പറയുന്നത് തന്നെ, എപ്പോഴും ചെയ്യുന്നത് തന്നെ. നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൊരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോഴത്തേക്ക് നമ്മൾ ഓവൻ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 10 മിനിറ്റ് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച പൂഴിയിലേക്കാണ് ഞാനിപ്പോൾ ഇത് ഇറക്കി വെക്കുന്നത്. ഇനി ഇത് വെച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 40-45 മിനിറ്റ്. അത് നിങ്ങളെ സ്റ്റൗവിൻ്റെ ബർണറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിക്കളാം. കണ്ടോ, എനിക്ക് 45 മിനിറ്റ് കൊണ്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം കുത്തി നോക്കുമ്പോൾ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി കേക്ക്. അത് കുറച്ച് നേരം ആറുമ്പോഴത്തേക്ക് തന്നെ വിട്ട് വരുന്നുണ്ട്. ശരിക്കും ആറും വെച്ചിട്ടില്ല, കാരണം അറ്റയെല്ലാം ഒന്ന് വല്ലാണ്ട് മുറുന്നായി പോവില്ലേ. അതുകൊണ്ട് കുറച്ച് ഇളം ചൂടോട് കൂടി തന്നെ ഇങ്ങോട്ട് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, നല്ല എന്ത് സോഫ്റ്റായിട്ടാണ് കത്തി അങ്ങ് ഇറങ്ങിപ്പോകുന്ന. അപ്പം
എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. കണ്ടില്ലേ, കണ്ടോ എത്ര സോഫ്റ്റായിട്ടാണ് ഉള്ളതെന്ന് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതെന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.